ഹായ് ഗൈസ്. അപ്പം ഞാനും ഏട്ടനും കൂടി ഏട്ടൻ എന്നെ കൊണ്ടുവരാൻ വേണ്ടി കോളേജിലേക്ക് വന്നതാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ഒരു റിസപ്ഷന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ അപ്പൂനെ കണ്ടു കേട്ടോ, അനിയത്തിനെ കണ്ടു. അപ്പോൾ അവളേനെയും കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയി. ജ്യൂസ് കുടിക്കാൻ കയറിയ സമയത്ത് അവിടെ എത്തിയപ്പോൾ ഷവർമ്മ ഉണ്ടാക്കണത് കണ്ടു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഒരു ഷവർമ്മ വാങ്ങിച്ചാലോ. അങ്ങനെ ഞങ്ങളൊരു ഷവർമ്മയൊക്കെ വാങ്ങിച്ച് എല്ലാവരും കൂടി. എനിക്ക് ഷവർമ്മ വലിയ ഇഷ്ടമില്ല കേട്ടോ. അത് ഞാൻ ടേസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ചെടുത്ത് കഴിച്ച് ആ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത് മുഖത്ത്. കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ, കുഴപ്പമുണ്ടായിരുന്നില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ മയോണൈസ് തീരെ ഇഷ്ടമില്ല. ആ മയോണൈസ് ഇല്ലാത്ത ഭാഗം നോക്കി ഞാൻ അങ്ങനെ കഴിച്ചു കേട്ടോ. ഒരു ഷവർമ്മ മേടിച്ച് ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് കഴിച്ചത്. എന്തായാലും അപ്പു പറയുകയാണ് എത്ര കാലങ്ങൾക്ക് ശേഷമല്ലേ നമ്മളിങ്ങനെ എല്ലാവരും കൂടി 3 പേരും കൂടിയിട്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം മാളും ഇത് കണ്ടു കഴിഞ്ഞാൽ അവിടെ ബഹളം ഉണ്ടാക്കുമെന്ന് പറയുകയാണ് കേട്ടോ ഏട്ടൻ. അങ്ങനെ ഞങ്ങൾ ഷവർമ്മയൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും ജ്യൂസ് വന്നു, ജ്യൂസും കുടിച്ച് ഞങ്ങൾ നേരെ കല്യാണത്തിന്. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വണ്ടിയിൽ എങ്ങനെ പോകാമെന്നുള്ളത് അറിയില്ല. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ജ്യൂസ് വരാൻ ലേറ്റായതിൻ്റെ ദേഷ്യമാണ് കേട്ടോ എൻ്റെ ഏട്ടൻ്റെ മുഖത്ത് കാണുന്നത്. എത്ര നേരമായി ജ്യൂസ് പറഞ്ഞിട്ട് ഇത്ര നേരം വന്നിട്ടില്ല, ഇപ്പം മഴ പെയ്യുന്നൊക്കെയാണ് കേട്ടോ പറയണത്. അങ്ങനെ ജ്യൂസൊക്കെ വന്നു. ജ്യൂസ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ചൂടിൻ്റെ ഇടയിൽ ഒരു കുളിർമ കിട്ടുക എന്ന് പറയുന്നത് നല്ല സുഖമുള്ള കാര്യമല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.